ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ വന്നിട്ടുള്ളതുണ്ടല്ലോ സാജിദ സാജിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ യൂട്യൂബ് തുറന്നാണ്ടല്ലോ സാജിദ സാജി ഷെരീഫ് അതേമാതിരി തന്നെ പാത്തി വ്ലോഗ് ഉണ്ടല്ലോ അവരെ കുറിച്ചിട്ടാണ് കേട്ടോ. നെയ്നു പിന്നെ നെയ്നുവിനൊക്കെ അറിയാമല്ലേ, അവരെ കുറിച്ചിട്ടാണ് യൂട്യൂബ് തുറന്നാൽ. അപ്പോൾ അത് തന്നെയുള്ളൂ കേട്ടോ. ഷെരീഫും സാജിദ സാജി ആയിട്ട് ഭയങ്കര പറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഷെരീഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ നോമ്പിന് എന്നോട് സോറി പറഞ്ഞത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവളെ തനി സ്വഭാവം കണ്ടോ അങ്ങനെ കണ്ടോ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് അതിനെ കുറിച്ചിട്ടുണ്ടല്ലോ പിന്നെ മാപ്പ് പറയുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, ഒന്ന് കണ്ടു നോക്കി. ഇവിടെ വന്നതിന് ശേഷം നമ്മളെ ഷെരീഫിനായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഷെരീഫിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നോ, കേസ് എന്തായി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷെരീഫിനെ കണ്ടു. ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് കേട്ടോ. അന്ന് ഞാൻ ടൗണിൽ പോയപ്പോൾ ഷെരീഫിനെയും ഷെരീഫിൻ്റെ ഉമ്മാനെയും വൈഫിനെയും അവരുടെ കുടുംബത്തിനെ എല്ലാവരെയും കണ്ടു. അവരോട് ഞാൻ സംസാരിച്ചു. അവൻ കണ്ട് ചിരിച്ചു. അവനോട് നമ്മൾ സംസാരിച്ചു. ആരിനോടും ഈ റംലാൻ മാസത്തിൽ എന്നല്ല, ശത്രുത വെച്ച് നമ്മളെ നോമ്പ് നോക്കുക. അപ്പോൾ ചോദിക്കും നിന്റെ ഉമ്മാനോട് നീ പൊരുത്തം ചോദിച്ചോന്ന്. ഞാൻ ഉമ്മാനോട് പോയി പൊരുത്തം, ഞാൻ എൻ്റെ കടമ ഞാൻ ചോദിച്ചു. പൊരുത്തം തരേണ്ടതും തരാത്തതും ഉമ്മയാണ്. അപ്പോൾ അത് ഞാൻ അതേപോലെ തന്നെ എനിക്ക് മനസ്സാലെ അല്ലെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് നമ്മളെ ഇപ്പോൾ ഒരുപാട് വിഷയമായ പ്രശ്നങ്ങളായത് നമ്മളെ ഷെരീഫിനെ കൊണ്ടും ഷെരീഫിൻ്റെ വീട്ടിൽ പോയത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതും ഞാൻ അങ്ങോട്ട് തീർത്തു. ഞാനും ഷെരീഫിനായിട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരാളിനായിട്ട് ഒരു ശത്രുത എനിക്കില്ല. ഞാനും എൻ്റെ മക്കളും എൻ്റെ 5 മക്കളും മുന്നോട്ട് നല്ല രീതിയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രഷർ കാര്യങ്ങൾ, ഡിപ്രഷൻ മരുന്നുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ തലയിൽ വന്ന് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എന്നെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു തുണയില്ലാണ്ട് ജീവിക്കുന്ന ഒരു വിരസതയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെയാണ്. അപ്പം എന്തായാലും വലിയൊരു ഭാരം ഞാൻ ഇറക്കി വെച്ചു. ഈ ഒരു ഇതായിരുന്നു എല്ലാം കൊണ്ട്. എപ്പോൾ ലൈവ് ഇട്ടാലും അല്ലാത്ത ടൈമിലും നീയും ഷെരീഫും തമ്മിലുള്ള പ്രശ്നം തന്നോ, നീയും ഷെരീഫും തമ്മിലുള്ള പ്രശ്നം തന്നോ, നിങ്ങൾ ഒരു ഭാഗത്തല്ലേ ഇരിക്കണം, അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊക്കെ ഒരു പ്രശ്നം തീർത്തു. പറയേണ്ടതൊക്കെ പറഞ്ഞു. നമ്മൾ കുറേ സംസാരിച്ചു. പിന്നെ ഞാനൊരു ഷോർട്സ് എടുത്തിട്ടുണ്ട്. ആ ഷോർട്സ് ഞാനിതിൽ ആഡ് ചെയ്യാം. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പൊ ഷെരീഫ് കേട്ടോ, മണ്ണാർക്കാട് ഷെരീഫ് ഇവിടെ. അപ്പൊ ഞങ്ങളെല്ലാം പറഞ്ഞ് നോമ്പൊക്കെയാണ് വരുന്നത്. ഞങ്ങളെല്ലാം ഷെരീഫിന്റെ അടുത്ത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയല്ലേ ഷെരീഫേ അല്ലേ? അപ്പൊ എല്ലാം പൊരുത്തപ്പെട്ട് അന്ന് ഞാനും അവനോട് പൊരുത്തപ്പെട്ടിരിക്കണം. അപ്പൊ ഓക്കെ, അങ്ങനെ ഉമ്മയും വൈഫൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവരുടെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഓക്കെ. അപ്പോൾ അത് കണ്ടോ, അതാണ് കേട്ടോ സാജിദ സാജി മാപ്പ് പറയുന്ന വീഡിയോ. അപ്പോൾ എന്താ പറയല്ലേന്ന് വെച്ചാൽ അവൾ നോമ്പിന് മാപ്പ് പറഞ്ഞത് ഇപ്പോൾ ശരിക്കും പറഞ്ഞ മാതിരിക്ക് ഇന്ന ആവശ്യത്തിനാണ് കേട്ടോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് പിന്നെ അവർക്ക് സഹായം കിട്ടാനും അതേമാതിരിക്ക് തന്നെ ഉമ്മാനോട് പോയി മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ഉമ്മ മാപ്പൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോസും വോയിസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അയ്യാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുമ്പ്. അപ്പോൾ ഉമ്മ മാപ്പൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ മാപ്പ് കൊടുക്കല്ലേ, അവളെ സ്വഭാവം അത്രയ്ക്കും ഇതാണ്. എന്താ പറയാനില്ലെന്ന് വെച്ചാൽ ആ ഉമ്മൻ്റെ ഡാൻസ് പിന്നെ അന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഇട്ടാലും അതേമാതിരിക്ക് തന്നെ തെറി പറയലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ. ഭയങ്കര പ്രശ്നം കാര്യങ്ങളായിരുന്നു. യൂട്യൂബ് തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. അത്രയ്ക്കും മോശം കാര്യങ്ങളും സംസാരം മക്കളെ മുന്നിൽ വെച്ചിട്ടില്ല, അതേമാതിരിക്ക് തന്നെ മക്കളെ മുമ്പിൽ വെച്ചിട്ട് തെറിവാക്ക് യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ അവൾ ചെയ്തിട്ടുണ്ടായില്ലേ. എല്ലാവർക്കും അവൾ അറിയട്ടെ അവളെ തനി സ്വഭാവം. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇത് ആലോചിച്ച് നോക്കുമ്പോൾ പാവം തോന്നും കേട്ടോ. 5 മക്കളും അതേമാതിരിക്ക് തന്നെ ഹസ്ബൻഡ് മരിച്ചതും മക്കളെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ. ഈ തെറിവാക്കും പറയുമ്പോഴും അതേമാതിരിക്ക് തന്നെ ഈ ഉമ്മനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വേണ്ടാത്തൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ദേഷ്യം തോന്നും. അല്ലെങ്കിൽ കുഴപ്പമില്ലേ നമ്മൾ ചെറുപ്രായമല്ലേ, അവളിപ്പോൾ ജീവിതമൊക്കെ വേണ്ട പ്രായം തന്നെയല്ലേ. 5 മക്കളാണ്.
പിന്നെ ഒരു കാര്യം പറയാമല്ലോ എന്ന് വെച്ചാൽ ഓക്ക് കുറച്ചത് കൂടുതൽ ഇനി എന്താ പറയാമല്ലോ എന്ന് വെച്ചാൽ അവളുണ്ടല്ലോ ഷെരീഫിന് ഓക്ക് 5 ആൺമക്കളാണ്. പിന്നെ എനിക്ക് അതുകൊണ്ട് ഈ പിന്നെ കരുതിയിരുന്നോ എനിക്ക് ആൺകുട്ടികളല്ലത്, എനിക്ക് അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, ഞാൻ 5 എണ്ണത്തിന് ആൺകുട്ടികളെ വളർത്തണം എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ഷെരീഫിന് 2 പെൺകുട്ടികളാണ്, നീ പുള്ളു നിനക്ക് അതുകൊണ്ട് നല്ല പിന്നെ പണി ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കമൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വല്ല അഹങ്കരിക്കേണ്ട, ആൺകുട്ടികളെ ആണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ തന്നെയാണ് കേട്ടോ കമൻറ്റ്. കൂടുതലും ഓക്കെ എതിരെ തന്നെയാണ്, പെൺകുട്ടികൾ ബർക്കത്താണെന്നൊക്കെയാണ് കേട്ടോ കമൻറ്റിൽ കൂടെ പറയുന്നത്. അപ്പോൾ ആൺകുട്ടിയാണായാലും പെൺകുട്ടിയാണായാലും അവർ വലുതാവുമ്പോൾ അവർ നോക്കണമെന്നില്ലത് അവരൊരു ഇതാണ് അല്ലേ. പിന്നെ എങ്ങനെ എന്താവുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ ആൺകുട്ടികളെ നല്ല വളർത്തി നല്ല നടന്നാലും പെൺകുട്ടികളെ നല്ല വളർത്തിയാലും അവർ നോക്കുമല്ലേ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മൾ മക്കളെന്നുള്ളതിൽ നമ്മൾ നല്ല നോക്കി വളർത്തി കൊണ്ടുവരിക എന്നുള്ളതുള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ കമൻറ്റ് കൂടുതൽ ഇനി ആൺകുട്ടികളൊന്നും വെച്ച് അഹങ്കരിക്കേണ്ട അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഈ പ്രശ്നം കാര്യങ്ങളും ഷെരീഫായിട്ട് നടന്നപ്പോൾ അവൾ തന്നെ ഈ ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണ്, നിൻ്റെ പിന്നെ സ്വഭാവം കൊണ്ട് പഠിച്ചു തന്നതാണ്, നിൻ്റെ കയ്യിലിരിക്കൊണ്ട് തന്നതാണ്, എനിക്ക് ആൺകുട്ടികളെ കിട്ടൂല, എനിക്ക് ആൺകുട്ടികളാണ്, ഞാൻ അവരെ കൊണ്ട് അങ്ങനെ ആക്കിച്ചു ഇങ്ങനെ ആക്കിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് മുമ്പ് പ്രശ്നം നടന്നപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പൊക്കെ കുറേ മുമ്പ് പിന്നെ നോമ്പിൻ്റെ ഒക്കെ മുമ്പ് കേട്ടോ ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെ തന്നെയും ഷെരീഫും സജിദ സാജിയായിട്ട് ഭയങ്കര പ്രശ്നം കേട്ടോ. സജിദ സാജിൻ്റെ ഷെരീഫിൻ്റെ വീട്ടിൽ പോയി സജിദ സാജി ഉണ്ടായില്ല, പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. പിന്നെ അവർ ഒന്നിച്ച് നല്ല മാപ്പുറച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് എല്ലാം സെറ്റായി, ഇവിടെ നല്ല സ്വഭാവം മാറി. അപ്പോൾ ആൾക്കാരൊന്നും പറ്റിയതാക്കല്ലൊരു ഇതേനു കേട്ടോ. നോമ്പിനൊക്കെ ആകുമ്പോൾ സഹായം കാര്യങ്ങളും മക്കൾക്കുള്ള സഹായം കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഷെരീഫ് പറഞ്ഞത്. ഒന്നിനിന്റെ അടുത്ത് വന്ന് മുണ്ടിയാറില്ലേ, അതിന്റെ കാര്യം ഇന്ന് ഞാൻ അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ എന്റെ കിളി പോയി. ഇവളെന്താ ഉദ്ദേശം അറിയോ? റമളാൻ 1 ഇവൾക്ക് മനസ്സിലായി എന്ത് ഇത് പിരിവിന്റെ മാസാണ്, ഞാൻ ഇപ്പൊ ഷെരീഫിനോടൊരു സോറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കിട്ടുന്നു. ഇവള് റമളാൻ അടുത്തോടുകൂടെ ഇവള് സ്വയം അങ്ങോട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പാവായതാ. എന്നിട്ട് വന്ന് മാപ്പ് പറിച്ചിട്ട് നോക്ക, റമളാനിന്റെ നേരെ തലേ ദിവസം ഒരു മഹരിബിക്ക് ശേഷം ഇവളിന്നെ തെരഞ്ഞെടുക്കണ്ട് തരും എങ്ങനെ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാപ്പ് പറച്ചിൽ അവിടെ നടന്നിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ഓൾ ആ വീഡിയോ ഇട്ടു. റമളാനിക്ക് അത്യാവശ്യം ആളുകൾ ഓൾക്ക് പൈസ അയച്ചു കൊടുത്തു. എന്തായാലും ഉണ്ടല്ലോ അവളെ ഇമ്മാരത്തെ സ്വഭാവമാണ് അല്ലേ. അതായത് പിന്നെ ഫോണ് തുറന്ന് അവൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തെറിവാക്കുകൾ മാത്രമാണ് കേട്ടോ. കൂടുതലും തെറിവാക്കുകളൊന്നും കേൾക്കാൻ പറ്റാത്ത ഓരോ വാക്കുകളാണ് അവൾ യൂസ് ചെയ്യുന്നത്. വീഡിയോയിലൊന്നും കൂടുതലൊന്നും ആഡ് ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഷെരീഫിനെ കുറിച്ചിട്ട് ഷെരീഫ് ഉണ്ടല്ലോ അവരുടെ ഹസ്ബൻഡ് പിന്നെ സജിദ സാജിൻ്റെ ഹസ്ബൻഡ് മരിച്ചത് ഇവളെ കാരണത്താലെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിന് തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സജിദ സാജി ഷെരീഫ് ഒന്ന് കണ്ടോക്കിയേ. മോനെ ഞാൻ അവിടെ എത്തിയത്, എടാ മൈ മോനെ ഞാൻ ഹോസ്പിറ്റലിൽ രാത്രി നീ ആലോചിച്ചോ, രാത്രി 9:30 എൻ്റെ ഇക്ക വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ മോന് ബർത്ത്ഡേ ഡ്രസ്സ്, എൻ്റെ മോന് ബർത്ത്ഡേ 27-ാം തീയതി എൻ്റെ മോൻ്റെ ബർത്ത്ഡേ, സെപ്റ്റംബർ 27-ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ചെറുതിൻ്റെ, 23-ാം തീയതി ഇക്ക മരിക്കുന്നത്, 27-ന് എൻ്റെ ഇക്ക ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് വാട്സപ്പിൽ ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മളെ പത്രിപാല മണ്ണൂരുള്ള ഷോപ്പിൽ, ആ ഷോപ്പിൽ എൻ്റെ ഇക്ക കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. മൈ ഗുണാപ്പൻ ഷെരീഫെ മൈ മോനെ ഡാഷ് മോനെ. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരു 8:30-9 മണി. പിന്നെ എൻ്റെ അവിഹിതം പിടിച്ചു. എവിടെടാ മൈ മോനെ തെളിവ്? എൻ്റെ ഒക്കെ ഖബർ നെണിച്ച് വന്നിട്ട് പറഞ്ഞോടോ എന്നെ കൊന്നതാണ് അവൾക്ക് അവിഹിതം ഉണ്ടായിരുന്നു. എടാ മൈ ഡാഷ് മോനെ എനിക്ക് എൻ്റെ ഇക്ക അത്ര കോഴനല്ലടാ. പെണ്ണിൻ്റെ അവിഹിതം കണ്ട മരിക്കാൻ അത്ര തരം താഴുന്ന രീതിയിൽ, മരിക്കേണ്ട രീതിയിലല്ല, കാരണം അടിച്ച് പുകച്ചിട്ട് ആള് പോവുള്ളൂ. എൻ്റെ കാരണം അടിച്ച് പൊളിച്ചിട്ടേ ആൾ ഈ ദുനിയാവുന്ന് പോവുള്ളൂ. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് എൻ്റെ, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഓക്കെ മോൻ ഓക്കെ.
പിന്നെ എൻ്റെ ഇക്കാൻ്റെ ആൾക്കാരുടെ വീട്ടിലേക്കാണ് എൻ്റെ ഇക്കാൻ്റെ മയ്യത്ത് കൊണ്ടുപോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇക്കാൻ്റെ ഏട്ടൻ ചതിച്ച എൻ്റെ ഇക്കാൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് അവൻ്റെ ആയിട്ടൊന്നും ഞങ്ങൾ മിണ്ടുകയില്ല. പിന്നെ അവൻ്റെ വീട്ടിൽ രാവിലെ തന്നെ കാവൽ കെട്ടി പോയിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒക്കെ മരിച്ച ഉടനെ തന്നെ 9:30 ഞങ്ങളോട് സംസാരിച്ചു. 10 മണിക്ക് ഈ സംഭവം മരിച്ചിട്ടുണ്ട്. 10:30 ആകുമ്പോഴേക്കും ആ കടയിലത്തെ ഷോപ്പിലത്തെ ഒരു ചെക്കൻ വിളിച്ചിട്ടുണ്ട്. കടയിൽ നിൽക്കണ ഷോപ്പിലത്തെ ചെക്കൻ, നീ വേണമെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ തെളിവ് കൊണ്ടുപോടാ, അവരുടെയൊക്കെ നീ നിർത്തി സംസാരിക്കടാ, എന്നെയും വിളിക്കടാ, ഞാൻ അവരോട് ചോദിക്കാടാ, ധൈര്യം ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ. ഈ പറയുന്ന ആൾക്കാരനെയൊക്കെ ഈ പറഞ്ഞ് നിനക്ക് കയറ്റി തന്ന ആൾക്കാരനെ ബാക്കിയുള്ളവനൊക്കെ നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ. മൈ ഡാഷ് മോനെ ഷെരീഫെ, നാറി ഷെരീഫെ, പെണ്ണുങ്ങളുടെ അവിഹിതം പിടിക്കാൻ നടക്കണവനെ, ആണുങ്ങളുടെ അവിഹിതം പിടിക്കാൻ നടക്കണവനെ, കണ്ട ഡൈവോഴ്സായ എന്താ പറയാ, ഡൈവോഴ്സായ പെണ്ണുങ്ങളുടെ വാലും തൂങ്ങി നടക്കണ നായിൻ്റെ മോനെ, എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്നറിയോ? എൻ്റെ അക്ക മരിച്ച ആ സമയത്ത് തന്നെ സ്പോട്ടിൽ 10:30 എനിക്ക് വിളിച്ചിട്ടുണ്ട്. എൻ്റെ അക്കാക്ക് എന്തോ അസുഖമാണ്, വയ്യ. അതിന്റെ ഒരാഴ്ച ഇങ്ങോട്ട് നോക്ക് ഷെരീഫെ, ഇങ്ങോട്ട് നോക്ക്. ഒരാഴ്ച മുന്നേ എൻ്റെ ഇതേപോലെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണു. നിനക്ക് എന്തു പോലെ പറഞ്ഞിട്ടാണ് നീ സംസാരിക്കണേ? ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കടയിൽ ചെക്കൻ വിളിച്ചിട്ട് ഷാജിത്താത്ത ഇക്കൊക്കെ വീണു, വയ്യാണ്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ വണ്ടി എടുത്തിട്ട് 1500-2000 രൂപ എൻ്റെ നാട്ടിൽ നിന്ന് മുടക്കിയിട്ട് എൻ്റെ ഉമ്മാനെയും എൻ്റെ ചെറിയ കുഞ്ഞിനെയും ഞാൻ കൂട്ടിയിട്ട് ആ സ്പോട്ടിൽ എൻ്റെ അക്കാൻ്റെ അടുത്ത് എത്തിയ ആളാണ്. അത്രയ്ക്ക് ബന്ധാണ്, സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ. എന്തടി ഉണ്ടെങ്കിലും ഷാജി ആ 11 മണിയാകുമ്പോഴേക്കും ആ നാട്ടിലെത്തിയിട്ടുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറിനെ വിളിച്ചിട്ട്. എന്നിട്ട് ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ ഇപ്പൊ വെറുതെ എന്നെ പറ്റിച്ചതാണ്. എങ്ങനെ എന്റെ സ്നേഹം ഒന്ന് അളക്കാൻ നോക്കിയതാണ്. മരിക്കുന്നതിന്റെ ഒരാഴ്ച മുന്നത്തെ കഥ കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അളക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പൊ അവർക്ക് ഏകദേശം മരണം അടുത്തിട്ടുണ്ട്. അത് പടച്ചോനും അവർക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്കറിയില്ല ഈ ദുനിയാവിൽ എങ്ങനെ മരണം. ഒരേ ഒരു വിഷയം, നിനക്കൊക്കെ അറിയാത്ത ഒരേ ഒരു വിഷയം, മരണം എന്നാ ജനനം എന്നാന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. ബാക്കി നീ എന്ത് കൊണാപ്പ് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇക്കാനെ കണ്ടു. ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ല, ആള് സെറ്റാണ്. അന്ന് ഒരു ചിരിയും ചിരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്. എൻ്റെ മോനെ കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്താണ് 4 മാസമായിട്ട് താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷെരീഫെ മോനെ ഇവിടെ നോക്കിട്ടാ. അപ്പോൾ അതാണ് കേട്ടോ ഷെരീഫിന് മറുപടി കൊടുത്തിട്ടുള്ളത്. ഷെരീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ കാരണത്താൽ തൂങ്ങി മരിച്ചതാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവരുമായിട്ട് ഞാൻ 9 മണി വരെ സംസാരിച്ചിരുന്നു. അവർ പ്രശ്നം ഉണ്ടായില്ല. മോന് ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞൊക്കെ ചെയ്ത് സംസാരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ചെയ്തത്. ആദ്യമൊന്നും ഇങ്ങനെ ചെയ്ത് പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓടിച്ചെല്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇതിൽ ആര് പറഞ്ഞതാ ശരി, ആര് പറയുന്നത് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അവൾ വേറെ കോലത്തിൽ പറയും. പിന്നെ ഷെരീഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഷെരീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും പറയുന്നത് തന്നെയാണ് അവളെ കാരണത്താൽ തന്നെയാണ് ജീവൻ മരിച്ചതെന്നൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്ക് പോയില്ലേ, നമ്മളൊരു ചിന്തയും കാര്യങ്ങളൊന്നും ചിന്തിച്ചും ചെയ്യാതെ ഇങ്ങനെ ഓരോരുത്തർ ചട്ടും ചാടൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. മക്കളെ കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. അവരുടെ ജീവിതം പൊഴി ഇവളിങ്ങനെ കുട്ടികളെ 4-5 കുട്ടികളെ മക്കളെ നോക്കി ഇതാക്കി മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. ഇപ്പോൾ പഠിക്കണതല്ലേ, അവർക്ക് കാശും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വേണമല്ലോ. നമ്മളൊക്കെ തന്നെ അറിയാം ഒരു മക്കളെ വളർത്തണം എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഈ 5 മക്കളെ വളർത്തണമെങ്കിൽ നല്ല കാശും കാര്യങ്ങളൊക്കെ തന്നെ വേണം. പക്ഷെ അതുകൊണ്ടൊക്കെ ഉള്ള ഉഷാർ തന്നെയാണ് കേട്ടോ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ ഈ തെറിവാക്കും ഈ യൂട്യൂബ് തുറന്നാലേ ഈ പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് പറഞ്ഞാൽ പോലെ എന്തിനാ ഈ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത്, എങ്ങനെ തെറിവാക്ക് യൂസ് ചെയ്യുന്നത്, കുട്ടികളൊക്കെ കാണൂലേ അങ്ങനെ എന്നൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഷെരീഫായിട്ടും അവളും പ്രശ്നങ്ങളായിട്ടോ. അപ്പോൾ അവൾ ഒരു വീഡിയോ ഇടും, അതിനനുസരിച്ച് ഷെരീഫ് ഒരു വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ ഷെരീഫ് അവളെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ ഇടുകയാണെങ്കിൽ അതിനനുസരിച്ച് സജ്ജ് വീഡിയോ ഇടും. അപ്പോൾ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒക്കെ ഒത്തുതീർപ്പാവട്ടെ അല്ലേ, അതേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ടുന്നവരേക്കും എല്ലാ കുട്ടികളോടും അസ്സലാമു അലൈക്കും.